ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. അതെ, സാറ് കാറിന്നിറങ്ങിയ ആദ്യം ഞാൻ മാല ഇടൂട്ടാ. അതൊന്നും വേണ്ട, മാല ഞാനിട്ടുണ്ട്. എടാ, ഞാനാണ് ഇവിടുത്തെ സീനിയർ, അത് ഓർമ്മ വേണം. ആരും ഇടണ്ട, ഞാൻ ഇട്ട് കൊടുത്തോളാം. ഞാൻ ഒരുപാട് പേർക്ക് മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാ, എന്റെ ശവത്തെ ചവിട്ടിട്ടാ നിനക്കൊക്കെ മാല ഇടാൻ പറ്റുള്ളൂ. സവായി കഴിഞ്ഞ പിന്നെ മാല വേണ്ടല്ലോ, റീത്ത് പോരെ. അതെ അതെ, നിങ്ങൾ ആരും മാല ഇടണ്ട. പ്രോട്ടോകോൾ പ്രകാരം ഞാനാ മാല ഇടുന്നത്. ഇതിനും പ്രോട്ടോകോൾ ഉണ്ടാ. എന്നാൽ എന്റെ വാറുണ്ണി മുതലാളി ഈ സ്ഥാപനം ഇത്രയും പെട്ടെന്ന് വേറെ കൈമാറുന്നു വിചാരിച്ചില്ല എന്റെ സാറേ. സാമ്പത്തിക പ്രശ്നം അല്ലാണ്ടെന്തിട്ടാ. അയാളെ കഴിഞ്ഞ എപ്പിസോഡിലേ ഞാൻ പിച്ചക്കാരനായടേ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ സ്ഥാപനം പൂട്ടുന്നു. വളരെ രഹസ്യമായിട്ടാണ് ആള് വിറ്റത്. വിറ്റ് കഴിഞ്ഞിട്ടാ ഞാൻ പോലും അറിയണം. എത്രക്ക് വിറ്റ്? 1.5 കോടി. 1.5 കോടിക്ക് ഈ സ്ഥാപനം. ഈ പറഞ്ഞ മുതലേ ഉണ്ടല്ല, ബിസിനസ്സിൽ കൂർമ്മ ബുദ്ധിക്കാരനാ. അത് ഈ സ്ഥാപനം മേടിച്ചപ്പോ മനസ്സിലായി. ആള് ഭയങ്കര കോടീശ്വരനാടാ. ഇവിടെ ഒന്ന് പാപ്പരാണ്ടിരുന്നാ മതി. ഈ വരുന്ന മുതലാളിനെ സാറ് കണ്ടിട്ടുണ്ടാ? ഇല്ല, ഞാൻ തന്നെ ആദ്യത്തെ കാണാൻ പോണേ. ഹലോ, ഞാൻ ഇതുവരെ ഒരു കോടീശ്വരൻ ഉണ്ടാക്കില്ല. ഇനിയിപ്പോ ഒന്നും കാണാലോ. എടാ, സാറ് വന്നോണ്ടിരിക്കുക. സാറ് എവിടുന്ന വരണേ? തലച്ചിറയിൽ നിന്ന്. ഈശ്വര, തലച്ചിറയിൽ നിന്ന് വരുന്ന സാറ് തല തീർച്ചവനാവല്ലേ. ജീവൻ പോയനെ തന്നോ പറയാം. തന്നെ മുഖത്ത് കണ്ടില്ലടോ. എനിക്ക് അവിടെ ലൈസൻസ് തന്നെ. പോസ്റ്റ്മാൻ ഈ നേരത്തെ കോമഡി കാളക്കൊല്ലാൻ നോക്കണം. ഒരു ചിമ്മിന് ഷോട്ടാണ്. ഞങ്ങക്ക് നഷ്ടപരിഹാരം വേണം. ഓട്ടത്തിനിടല്ല എന്റെ കൈയൊടിഞ്ഞു. നഷ്ടപരിഹാരം തന്നില്ലെങ്കിലാ? നഷ്ടപരിഹാരം തരാം. ഞാൻ എന്റെ ഓഫീസിൽ ആദ്യം ഒന്ന് കയറിക്കോട്ടെ. ഏത് ഓഫീസ്? കുക്കുംബറിന്റെ ബ്രൊക്കോളി കമ്പനി. കോടീശ്വരനായിട്ടുള്ള മുതലാളി? യെസ്, ഞാനാണ് കോടീശ്വരനായ മുതലാളി. ബോബി ഡിസൂസ, ബിഡി. വെൽക്കം ടു കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി കമ്പനി. ഇത് കൊള്ളാലോ, കല്യാണം കഴിച്ച പോലെയുണ്ട്. സാറേ, ഞാൻ ആളറിയാതെ. ഇതെനിക്ക് നാട്ടുകാരെ ഇടയ്ക്കിടെ കിട്ടാറുള്ളതാ. ഇന്നിപ്പോ നിങ്ങളുടെ കയ്യിൽ നിന്നായി പോയി, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല സാറേ. അതെ, ഞങ്ങളെ ആക്ച്വലി BMW തൃശ്ശൂർ വന്നേ. പക്ഷേ ഈ മാട്ട കാറിൽ വന്ന കാരണം. എന്താ BMW വന്നാൽ മാത്രം മുതലാളി ആവുള്ളൂ? ഞാൻ ചിലപ്പോ സ്കൂട്ടറിൽ വരും, ഞാൻ ചിലപ്പോ കാറിൽ വരും, ഞാൻ ചിലപ്പോ മാട്ടക്കാറിൽ വരും, ഞാൻ ചിലപ്പോ നടന്നു വരും. മനസ്സിലായില്ലേ? അപ്പോ എത്രയും പെട്ടെന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഓക്കെ, എനിക്ക് എല്ലാവരും വിശദമായിട്ട് പരിചയപ്പെടണം. ഓക്കെ ഓക്കെ. ഡിയർ സ്റ്റാഫ്, ഇന്നത്തെ ദിവസം നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരു വലിയ ഇൻസിഡന്റിൽ നിന്നാണ് നമുക്ക് നമ്മുടെ പുതിയ സാറിനെ കണ്ടെത്താനായത്. ഞങ്ങളും തോന്നരുത് സാർ. ഞാനത് എപ്പോഴേ മറന്നു. താങ്ക് യു സാർ. നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ സ്വന്തം ബോബി സാറിനെ ഹാർദമായി ഈ പുതിയ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്റെ വക ഒരു സ്വർണ്ണം. താങ്ക് യു. നോ മെൻഷൻ. നല്ല സൗമ്യനായ, നല്ല ഹൃദയശുദ്ധിയുള്ള, നല്ല രക്തശുദ്ധിയുള്ള ഒരു പുതിയ സാറിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഭാഗ്യമായിട്ട് വേണം കരുതാൻ. ഇനി നമ്മുടെ നല്ല മനസ്സിനുടമയായ ബോബി സാർ 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. മാനേജർ പറഞ്ഞ പോലെ എനിക്കും ഈ ദിവസം മറക്കാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കാം. നിങ്ങളെന്നെ നന്നായി വരവേറ്റു. ഞാൻ ഏറ്റെടുക്കാൻ പോണ 10ാമത്തെ സ്ഥാപനമാണ് കുക്കുംബർ ആൻഡ് ബ്രൊക്കോളി കമ്പനി. എൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ആളാ. നിങ്ങൾ അതുപോലെ ആവണം. നോണ പറയരുത്, അതെനിക്കിഷ്ടല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ സ്റ്റാഫുകളല്ല. എനിക്ക് നിങ്ങളെ വേണ്ട. പണി പോയി. പുതിയ മുതലാളി കാലെടുത്ത് വെച്ചു. നമ്മുടെ പണി. ഇരിക്കി. ഞാൻ പറഞ്ഞതിന് പൊരുള് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. വിശദീകരിക്കാം. എനിക്ക് വേണ്ടത് തൊഴിലാളികളായ സുഹൃത്തുക്കളെയാണ്. കേവലം തൊഴിലാളിനെ തൊഴിക്കാനുള്ളതല്ല എന്ന ബോധം അവനുണ്ടായിരിക്കണം. തൊഴിലാളികൾക്കിടയിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കണം. അതിലൂടെ സ്ഥാപനത്തിന്റെ വളർച്ചയെ ഊട്ടുറപ്പിക്കാനും സാധിക്കണം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഒരു തൊഴിലാളി സ്ഥാപനത്തിന് വേണ്ടി ജീവിക്കുന്ന ആളായിരിക്കണം. സ്ഥാപനമാണ് പ്രധാനം, അല്ലാതെ കുടുംബമല്ല. സാറിന്റെ കുടുംബം? എനിക്ക് കുടുംബമില്ല.
അപ്പൊ പെണ്ണ് കാണാനൊന്നും പോയില്ലേ? ഓരോരോ കമ്പനികൾ ഏറ്റെടുക്കുന്ന തിരക്കില് ഞാൻ പെണ്ണ് കാണാൻ മറന്നുപോയി. എനിവേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഞാനത് പൊട്ടിക്കാൻ പോവാണ്. മാനേജർ, സാറിന്റെ വരവ് പ്രമാണിച്ച് എല്ലാവർക്കും സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ട്. ബേസിക് സാലറി എല്ലാവർക്കും 25,000. അപ്പോൾ ഇനിയുമുണ്ട് ഒരുപാട് സർപ്രൈസുകൾ. എല്ലാം മാനേജർ ചോദിച്ചിട്ട് മനസ്സിലാക്കണം. ഞാൻ അത്യാവശ്യമായിട്ട് പാലക്കാട് വരെ പോവാം, അവിടെ ഒരു കമ്പനി ഏറ്റെടുക്കാനുണ്ടേ. അപ്പോൾ ഓക്കെ. പുതിയ മുതലാളി നല്ലൊരു മനുഷ്യ സ്നേഹിയാട്ടാ. സ്റ്റാഫിനോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് ആൾക്കറിയാം. മുതലാളിമാരാണെങ്കിലേ ഇങ്ങനെ വേണം. കൃത്യം 1-ാം തീയതി തന്നെ ശമ്പളം, അതും ബാങ്കിലോട്ട് നട്ട്. അഡ്വാൻസ് വേണ്ടവർക്ക് 15-ാം തീയതി തന്നെ അഡ്വാൻസും തരും. വർഷാവർഷം കമ്പനി ടൂറും കമ്പനി പ്രോഫിറ്റ് ഷെയറിങ്ങും. മാസത്തിൽ 3 ക്യാഷ് ലീവ്. ആ ക്യാഷ് ലീവ് എടുത്തില്ലെങ്കിലോ ശമ്പളത്തോടൊപ്പം ആ ക്യാഷ് ലീവിന്റെ കാശും കിട്ടും. 8 മണിക്കൂർ ജോലി, അത് കഴിഞ്ഞാൽ OTT. OTT അല്ലടാ, OT. ഒരു ടീ ഉള്ളോ? നമുക്ക് ഇവിടുന്ന് പോണ്ട, ലൈഫ് ടൈം ഇവിടെ നിൽക്കാം. ESI, PF, എംപ്ലോയി വെൽഫെയർ ഫണ്ട്, ഇതെല്ലാം സാറ് ചെയ്തു തരൂട്ടാ. വൈകാതെ ഇതൊരു കോപ്പറേറ്റീവ് സ്ഥാപനമായിട്ട് മാറൂട്ടാ. പഴയ മുതലാളിയുടെ വർത്താനത്തിൽ മാത്രമേ കോർപ്പറേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ പെരട്ട മുതലാളി പോയി നന്നായുള്ള, അല്ലെങ്കിൽ സ്ഥാപനം കുട്ടിച്ചോറാണ്. എന്നിട്ട് ആ കുറ്റമൊക്കെ നമ്മുടെ സ്ഥലമില്ല. ഒരു കാര്യമില്ലാണ്ട് വെറുതെ മീറ്റിംഗ് വിളിച്ചു കൂട്ടാള്. വത്സേട്ടാ, നാളെ മുടക്കാട്ടാ. എന്താ പ്രത്യേകത? കാലണ്ടറിൽ ചോപ്പാണ്. ഇത്രയും ഗുണഗണങ്ങളുള്ള സ്ഥാപനം എവിടെ കാണൂടാ? ഇവിടെ കാണും. അതാണ് കുക്കുംബർ ആൻഡ് ബ്രോക്കോളി കമ്പനി. എടാ, നീ ആ സൈറൻ കേട്ട? അത് ആംബുലൻസിന്റെ അല്ലേ? അതല്ലടാ, സാറിന്റെ വരവും നമ്മുടെ ശമ്പള വർധനവും ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ആ ശബ്ദം ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങണ പോലെ ഉണ്ടല്ലേ?